രമേശ് ചെന്നിത്തലയോട് ചോദിക്കണം, കേരളത്തിലെ വിഷൻ 2031 സെമിനാറിന് പങ്കെടുക്കരുത് എന്ന്. അമർത്യ സെന്നിന് കത്തെഴുതി, ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് കത്തെഴുതി, കനിമൊഴിക്ക് കത്തെഴുതി. ആ കത്തിന് പുല്ല് വില വീടാരെങ്കിലും കൽപ്പിച്ചു. എന്ത്? കേരളത്തിലെ വിഷൻ 2031 സെമിനാറിന് പങ്കെടുക്കരുത് എന്ന്. ഇങ്ങനെ പരിഹാസ്യനാവേണ്ടിയിരുന്നോ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ്? കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാൾ ഇവർക്കൊക്കെ കത്തയച്ചിട്ട് ഇവരാരെങ്കിലും ഒരു വരി മറുപടി അദ്ദേഹത്തിന് കൊടുത്തു? എന്നാൽ അദ്ദേഹം മറുപടി ഒന്ന് കാണിക്കട്ടെ. മാത്രമല്ല, അവരെല്ലാം വരികയും ചെയ്തില്ലേ? ഫാറൂഖ് അബ്ദുള്ള ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസംഗം രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകളൊന്ന് കേൾക്കേണ്ടതാണ്. എന്താണ് അദ്ദേഹം നടത്തിയ പ്രസംഗം എന്നുള്ളത്, എങ്ങനെയാണ് ഇവരെല്ലാം കേരളത്തെ കാണുന്നത് എന്നത്. ഇവർക്ക് കേരളത്തെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുക എന്നത് സഹിക്കാനേ പറ്റുന്നില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ ഇടത് വിരുദ്ധരാകെ